ഇപ്പൊ ഫുഡ് പ്രിപ്പറേഷന്റെ കാലമാണ്. നമ്മൾ നേരത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യും, നമ്മൾ ജോലി തിരക്കിന്റെ ഒക്കെ ഇടയിൽ വെച്ചിട്ട്. അപ്പം ഇതിൽ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് പിന്നെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല നമ്മൾ കേൾക്കുന്നുണ്ട്. മൈക്രോവേവ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് കേൾക്കുന്നുണ്ട്. എയർ ഫ്രയർ അത്ര നല്ലതല്ല എന്നൊക്കെ. ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ എന്താ ശരിക്കും? ആക്ച്വലി ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് നല്ലതല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതിന് ബാക്ടീരിയ ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിൽ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കേട് എനിക്കത് പറയാൻ വയ്യ. രണ്ടാമത് മൈക്രോവേവ് ഓവണും ഒരിക്കലും നല്ലതല്ല എന്ന് ഇതുവരെ സയൻസ് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. അത് ഫോർ ദ കൺവീനിയൻസ് നമുക്ക് എന്തായാലും അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എയർ ഫ്രയർ ആക്ച്വലി വെരി ഗുഡ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ഇല്ലാതെ മീറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മുടെ ഫുഡിൽ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മീറ്റ് കുറേ കഴിക്കും. ചിക്കനാണ് ഇപ്പോൾ മോസ്റ്റ് പ്രിഫേർഡ് മീറ്റ്. പക്ഷേ ചിക്കൻ നമ്മൾ പ്രിപ്പറേഷൻ അധികവും എന്താണ്, ഫ്രൈ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ തവയിലോ അങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ള സാധനമായിരിക്കുമല്ലോ. അപ്പം നാച്ചുറലി നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യുന്ന ചിക്കനിൽ ഒരുപാട് ഓയിലുണ്ട്. ഓയിൽ ഇല്ലാതെ നമുക്ക് പ്രോട്ടീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഇസ് വെരി ഗുഡ്. ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേഞ്ചറസ് ഒരു കുക്കിംഗ് ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീഫ്രൈ ചെയ്യുക എന്നുള്ളത്. അതാണ് ഈ കുക്കിംഗ് ഹാബിറ്റിൽ നമ്മളെല്ലാവരും ഒഴിവാക്കേണ്ട ഒരു സിംഗിൾ കാര്യം. എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അല്പം ഓയിൽ ഉപയോഗിക്കുന്നതിനോ അതൊന്നുമല്ല ഞാൻ പറയാം. അല്പം ഫാറ്റായി പോയാലും ശരി, അല്പം കൊളസ്ട്രോൾ ആയി പോയാലും അതിനേക്കാളൊക്കെ ഡേഞ്ചറസ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ട്. ഈ ഓയിൽ വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളത്. ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ഓയിൽ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കി ഫ്രഷ് ഓയിൽ വേണം പിന്നീട് നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഹാബിറ്റ് ഫ്രൈ ചെയ്ത സാധനം വീണ്ടും റീഫ്രൈ ചെയ്ത് കഴിക്കുക എന്നുള്ളത് വളരെ ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.